ഹായ് ഹലോ ഞാൻ വീണയാണ് കേട്ടോ. അപ്പം അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം അച്ഛനെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അച്ഛൻ പറയും എന്നെ ആ വീഡിയോയിൽ കാണിച്ചാൽ നമുക്ക് നല്ല തല്ല് കൊള്ളും കേട്ടോ എന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അതാണിത്. എന്ന് വെച്ച് നമുക്കങ്ങനെ ആരെയും കാണിക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാവരെയും അങ്ങ് കാണിക്കണം. നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാവണം ഒരു ഫാമിലി വ്ളോഗ് എന്നാണ് എൻ്റെ ചിന്ത കേട്ടോ. അപ്പം അച്ഛനും അമ്മയും എല്ലാം ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവർ വന്നപ്പം വീട്ടിൽ സ്പെഷ്യലായിട്ട് ബിരിയാണി വെച്ചു. പക്ഷേ എനിക്ക് വെക്കാൻ അറിയില്ല, അതാണ് സംഭവം. അപ്പം അച്ഛൻ വന്നപ്പം എന്തായാലും ആവട്ടെ, അച്ഛൻ വെച്ച് തരുമല്ലോ എന്ന് ഓർത്തിട്ട് അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം 6 മണി 6:15 സമയത്തായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ബിരിയാണി വെക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ വന്ന് എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചത്. അപ്പം വിളക്കെല്ലാം വെച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ പട്ടിക്കൂട്ടം വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ പൊരിച്ചപ്പം അതിൻ്റെ 2 കഷ്ണം കൊടുത്ത് മക്കളെ ഞങ്ങളവിടെ ഇരുത്തിയതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാതെ ഇരുന്നോട്ടെ എന്നിട്ടങ്ങ് കൊടുത്തു. ഞാനും അച്ഛനോട് അടുക്കളയിലുള്ള കേട്ടോ. അപ്പോൾ അച്ഛൻ ചിക്കൻ പൊരിക്കുന്ന കാര്യത്തിലായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വാട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാതൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അവസാനം ചെറുതായിട്ടൊന്ന് ഉള്ളി കരിഞ്ഞു പോയി. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. അതങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടി എടുക്കാമെന്ന് വെച്ചാൽ ആദ്യം അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗരം മസാലയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഗരം മസാലയും മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അച്ഛനാണ് ചിക്കൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അച്ഛന് എല്ലാ തരം ഫുഡ് ഐറ്റംസ് വെക്കാൻ അറിയാം കേട്ടോ. നമ്മളെപ്പോലെ ഇതെനിക്കറിയില്ല അതറിയില്ല എന്ന് അച്ഛൻ പറയില്ല. അച്ഛന് എല്ലാ തരം ഫുഡ് ഐറ്റംസ് വെക്കാറുണ്ട് കേട്ടോ. വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറും ബിരിയാണി എല്ലാ വക ഫുഡും അച്ഛൻ വെക്കും കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ വീഡിയോ തന്നെയാണ് കേട്ടോ. അച്ഛനെ ആ വീഡിയോയിൽ കാണിച്ചപ്പോഴേ അച്ഛന് എന്നെ എങ്ങാനും യൂട്യൂബിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല തരും കേട്ടോ എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അതിൻ്റെയാണത്. നമ്മൾ പിന്നെ എന്താ പറയുക, എല്ലാവരും ഉൾപ്പെടുത്തണമല്ലോ, അതാണല്ലോ ഒരു ഫാമിലി വ്ളോഗാകുമ്പം. ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല ആരെയും. അപ്പം അച്ഛൻ ചിക്കനോട് അടുപ്പത്ത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, അപ്പുറത്ത് പോയാൽ ശരിയാവില്ല, നമുക്ക് കൈ സഹായത്തിന് ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ അച്ഛനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. പിന്നെ എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കുമല്ലേ, അപ്പോൾ എന്താ ശരി, അതിനിടയ്ക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ പോകണ്ടേ. അപ്പോൾ അതും പറഞ്ഞ് ഞാൻ അതിന് എന്താ പറയുക, അവിടെ തന്നെ അടുക്കളയിൽ തന്നെ നിൽക്കുവാണ്. പിന്നെ അച്ഛനോട് ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ചിക്കനൊക്കെ ഒന്ന് എന്താ പറയുക ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് വെന്തോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിലും ഇതിലും നടക്കുന്നുണ്ട്. അതാണ് പണി. അച്ഛനമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണല്ലേ. അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമല്ല. അപ്പം അച്ഛൻ ബിരിയാണി വെച്ചപ്പോൾ ഞാനതൊക്കെ കറക്റ്റ് നോക്കി പിടിച്ച് വെച്ചു കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും അറിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് കഴിക്കാൻ തോന്നുമ്പം നമുക്കൊന്ന് വെച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, പഠിക്കുക എന്നിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാം നോക്കി കേട്ടോ. അവസാനം ഞാൻ അരി വെള്ളത്തിലിടുന്ന ആ ഒരു സമയം മാത്രം ഞാൻ മിസ്സായിപ്പോയി, ഞാൻ കണ്ടില്ല. എന്നാലും അമ്മ എനിക്ക് പറഞ്ഞു തന്നു. ചിക്കൻ വെന്തോ ഉപ്പുണ്ടോ എല്ലാം എരിവും എല്ലാം ഉണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടോയെന്ന് പറഞ്ഞിട്ടങ്ങ് കഴിച്ചു നോക്കിയിട്ട് പറയുന്നതാണ് ഈ കാണുന്ന ഭാഗം. അച്ഛനിങ്ങനെ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ അച്ഛന് അങ്ങനെ കൈ സഹായത്തിന് അടുത്തൊരാൾ എപ്പോഴും വേണം കേട്ടോ. അധികം അമ്മേനെ തന്നെ അച്ഛൻ വിളിക്കാറ് കേട്ടോ. എന്തിന് തൊട്ടതിനും പിടിച്ചതിനും അച്ഛൻ അമ്മേനെ തന്നെ വിളിക്കാറുള്ളൂ. പിന്നെ കുറച്ച് നേരം അമ്മ അവിടെ ഇരിക്കട്ടെ, മക്കളുടെ അടുത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് അതിലെ ഇതിലെ നടക്കുന്നുണ്ട്. അച്ഛൻ കാര്യമായ പണിയിലാണ്. നമുക്ക് ബിരിയാണി കഴിക്കണത് ഭയങ്കര ആവശ്യമായിരിക്കും. പക്ഷേ ബിരിയാണി കഴിക്കാൻ നേരത്ത് നമുക്ക് അത്ര വിചാരിച്ചത്രയും കഴിക്കാൻ പറ്റത്തില്ല. ലേശം കഴിക്കുമ്പോഴേക്കും വേഗം വയറ് നിറയും. അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ. എനിക്കങ്ങനെയാണ് സ്വതവേ. കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ കഴിച്ചു തുടങ്ങുമ്പം ലേശം അത്രയും നമ്മൾ ഉദ്ദേശിച്ച അത്രയും അല്ലെങ്കിൽ വയറ് നിറയെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച പോലെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേഗം വയറ് നിറയും. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട മസാലയൊക്കെ റെഡി ആയിട്ടോ. ഉള്ളി തക്കാളിയെല്ലാം വാട്ടി എല്ലാം സെറ്റായിട്ടോ ഏകദേശം. അപ്പം ചിക്കൻ പൊരിച്ചു, മസാല റെഡിയാക്കി, ഉള്ളി വറുത്ത് കോരി, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പരിപ്പൊക്കെ സെറ്റാക്കി. അങ്ങനെ എല്ലാം ഏകദേശം സെറ്റായിട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു ഭാഗം മാത്രം ഞാൻ വിട്ടുപോയി. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വെള്ളം ഒഴിക്കുന്നതും അളവും കാര്യങ്ങളൊക്കെ വിട്ടുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കത് മനസ്സിലാക്കി തന്നു കേട്ടോ, എല്ലാം പറഞ്ഞു തന്നു. എനിക്കതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി വിചാരിച്ചാൽ ഒരു ബിരിയാണിക്ക് വെക്കാനുള്ള മനധൈര്യം എനിക്കുണ്ട് കേട്ടോ. അച്ഛൻ നല്ല തീ കത്തിച്ച് നല്ല കനൽ വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനെന്താക്കി, ചെറിയ ചെറിയ കൊള്ളികളൊക്കെ ഇട്ട് കത്തിച്ചു. അച്ഛൻ പറഞ്ഞു, അവസാനം പറഞ്ഞു അടുപ്പത്ത് തീയില്ല, ദമ്മുണ്ടെങ്കിൽ കുറേ കനൽ വേണമെന്നൊക്കെ. അവസാനം എന്താക്കി, നല്ല വിറക് വെച്ച് കത്തിച്ച്. അങ്ങനെ നമ്മൾ ബിരിയാണി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇറച്ചിയൊക്കെ നല്ല സ്മൂത്തായിട്ട്, ചിക്കൻ പീസൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല സൂപ്പറായിരുന്നു ആകെ മൊത്തം. അങ്ങനെ ആദ്യം അച്ഛനും ഏട്ടനും മക്കളൊക്കെ കഴിച്ചു. സാധാരണഗതിയിൽ മക്കളും പിന്നെ നമ്മളെ ഏട്ടന്മാർക്കെല്ലാം കൊടുത്തിട്ടാണല്ലോ നമ്മൾ പെണ്ണുങ്ങൾ കഴിക്കാറ്. അങ്ങനെ കൂടെ ഇരുന്ന് കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ ഞാനും അമ്മ ഇവരൊക്കെ
ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനമേ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ എത്ര പേര് അങ്ങനെ അവസാനം കഴിക്കുന്നവരുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെയാണ്, മക്കൾക്കും കൊടുത്തു ഏട്ടനും കൊടുത്ത് അവസാനം ഞാൻ കഴിക്കത്തുള്ളൂ. അടുക്കളയിൽ ഇരുന്നിട്ട് ഞാൻ കഴിക്കും. അതേപോലെ തന്നെ എൻ്റെ അമ്മയും. അപ്പം അമ്മ ചെയ്ത് കണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്നത് അതൊരു സുഖമാണ് എനിക്ക്. എല്ലാം നമ്മൾ വെച്ചിട്ടാക്കുന്ന എല്ലാം അടുക്കളയിൽ തന്നെ. നമ്മൾ കഴിക്കുന്ന അവിടെ തന്നെ ആയിക്കോട്ടെ. ഞാൻ അങ്ങനെയാണ് കേട്ടോ, അടുക്കളയിൽ തന്നെ അധികം ഇരുന്ന് കഴിക്കാറ്. എപ്പോഴെങ്കിലും ഒന്ന് അകത്തുനിന്ന് ഇരുന്ന് കഴിച്ചാലേ ഉള്ളൂ. അപ്പം അവരെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഞങ്ങളുടെ ടാസ്ക്കാണ്, എൻ്റെയും അമ്മേൻ്റെ ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിൽ ഇരുന്നേ കഴിക്കാറുള്ളൂന്ന്. അപ്പം ഞങ്ങളങ്ങ് അടുക്കളയിലോട്ട് വന്നു. അമ്മ ഇലയിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മെല്ലെ പ്ലേറ്റിലൊക്കെ അങ്ങ് എടുത്തു. ഇലയിലാകുമ്പോഴേ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ എണീറ്റ് വരാൻ പറ്റത്തില്ല. അത് ഞാനങ്ങ് ചെറിയ പ്ലേറ്റിലങ്ങ് എടുത്തു. ലേശം എടുത്തുള്ളൂ കേട്ടോ. കഴിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അതിന് ശേഷം വേണ്ടി വന്നില്ല. ഞാൻ അത് എടുത്ത് തന്നെ മുഴുവൻ കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് കൊടുത്തു ഞാൻ. അത് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെയാ ഇനിയിപ്പോൾ ഞാനിതുപോലൊക്കെ വെക്കും. ഇനി പുറകെ ഓരോ വീടുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാനും ഇത് കണ്ട് പഠിച്ചു. നെയ്ച്ചോറും കൊണ്ട് ഇനി ഒന്ന് കണ്ട് പഠിക്കണം. വലിയ നയിപ്പൊന്നുമില്ല, ഇതേപോലൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഒന്ന് ഒരിക്കൽ ചെയ്ത് നോക്കണം. അച്ഛനെ കൊണ്ട് ചെയ്യിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ചെയ്യാം. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ബിരിയാണി ഞാൻ സെറ്റായി പഠിച്ചു കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ തന്നെയുള്ളൂ നമ്മളെ ഒരു വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട് കേട്ടോ. പരമാവധി എല്ലാം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ട്. അപ്പോൾ ഞാനങ്ങ് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ടാറ്റാ.